സിബിഐയെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ബംഗാൾ സർക്കാരിന്റെ ഹർജി നിലനിൽക്കും എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഹർജി തള്ളണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം കോടതി തള്ളി. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ സിബിഐ കേസെടുക്കുന്നതിനെതിരെയായിരുന്നു ഹർജി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദ് ചേർന്നു. ഷപ്ന, സന്ദേശ് ഖാലി വിഷയത്തിലെ ഹർജിയിലാണോ ഇപ്പോൾ കേന്ദ്രത്തിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്? ഈ വിഷയത്തിലാണോ ഇപ്പോൾ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് കോടതി? ഈ സന്ദേശ് ഖാലിയുമായി ബന്ധപ്പെട്ട കേസിലല്ല, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അക്രമ സംഭവങ്ങളിൽ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ലഭിക്കാതെ സിബിഐ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ടാണ് പശ്ചിമ ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസുമാരായ BR ഗവായി, ജസ്റ്റിസ് സന്ദീപ് മെഹ്ത എന്നിവരുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി പറഞ്ഞിട്ടുള്ളത്. ബംഗാൾ സർക്കാരിന്റെ ഹർജി നിലനിൽക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഹർജി തള്ളണം എന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ CBI കേസെടുക്കുന്നതിനെയാണ് ഈ ബംഗാൾ സർക്കാർ ചോദ്യം ചെയ്തത്. അതുപോലെ കേന്ദ്ര സർക്കാർ ഇതിന് മറുപടിയായി കോടതിയിൽ പറഞ്ഞിരുന്നത് പാർലമെന്റിന്റെ പ്രത്യേക നിയമപ്രകാരം രൂപീകരിച്ച സ്വയംഭരണ സ്ഥാപനമാണ് CBI. അതുകൊണ്ട് തന്നെ CBIക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്യാൻ സാധിക്കും. അതൊരു സ്വതന്ത്ര ഏജൻസിയാണ്, അതിൽ കേന്ദ്രത്തിന് പങ്കില്ല തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കെതിരെ നടക്കുന്നതോ ഇന്ത്യയിൽ ആകെ സ്വാധീനം ചെലുത്തുന്നതോ ആയ അന്വേഷണങ്ങൾ നടത്താൻ ഈ അന്വേഷണ ഏജൻസിക്ക് അർഹതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവകാശമുണ്ട് എന്നും കേന്ദ്രം നിലപാടെടുത്തിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇത് തള്ളിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത നടപടിയെ സുപ്രീം കോടതി അനുവദിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ ബംഗാൾ സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത് ഭരണഘടനയുടെ 131 അനുച്ഛേദം പ്രകാരമാണ് തങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. കാരണം കേന്ദ്രവുമായോ മറ്റു സംസ്ഥാനവുമായോ ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായാൽ അത് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഈ ഭരണഘടന തരുന്ന അവകാശമുണ്ട്. ഭരണഘടന 131 അനുച്ഛേദം പ്രകാരം അത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു അവകാശത്തിന് പുറത്താണ് ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് ഇവർ അറിയിക്കുകയും CBI ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നത് തടയണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും ബംഗാൾ സർക്കാരിന്റെ ഹർജി നിലനിൽക്കും എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. CBIയെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. ബംഗാൾ സർക്കാരിന്റെ ഹർജി നിലനിൽക്കും എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഹർജി തള്ളണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണിപ്പോൾ. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ CBI കേസെടുക്കുന്നതിനെതിരെയായിരുന്നു ഈ ഹർജി നൽകിയത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ഷപ്ന സിയാദാണ് ഇതുമായി ബന്ധപ്പെട്ട്.